അടുത്തത് കരിമീനാണ്. 1 സ്പൂൺ ഫിഷ് മസാല. ഓക്കെ, 1 സ്പൂൺ ഫിഷ് മസാല, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഓക്കെ. മഞ്ഞ ആവശ്യത്തിന്. ഉപ്പ് 1/4 സ്പൂൺ അത്യാവശ്യത്തിന്. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂണ്. 1/2 സ്പൂൺ വിനാഗിരിയിൽ ചാലിക്കണം. എല്ലാം നമ്മളിപ്പോ ഏകദേശം ഒരുപോലെയാണല്ലേ സംഭവം. ഇതും അതുപോലെ തന്നെ കരിമീനെ പറ്റുക. കരിമീനെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ പുരട്ടുക. ഇതും ഏകദേശം ഒരു 10 മിനിറ്റ് ഇരിക്കണം. 10 മിനിറ്റ് ഇരിക്കണം. പലതരത്തിലുള്ള യാത്രക്കാർ വരാറുണ്ടല്ലോ ഈ ഹൗസ് ബോട്ടിൽ. ഉണ്ട്. അവർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ പ്രോൺസ് ആണോ അത് കരിമീനാണോ? പ്രോൺസ് ആണ് ചോദിക്കുന്നത് അല്ലേ? നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ മുളക് പൊടി, ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അരച്ചത് ചേർത്ത് ചാലിച്ചത് 1/4 സ്പൂൺ. പിന്നെ അത് വിനാഗിരിയിൽ ചാലിച്ച് വെച്ചിട്ട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ? കരിമീൻ ഇപ്പൊ കിട്ടാൻ സമയമായി കഴിഞ്ഞു. ഇനി അത് അതിന്റെ പാട്ടിനടന്ന് റെഡി ആയിക്കോളും. എന്നിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മീൻ കൂട്ടെല്ലാം ഏകദേശം ഒന്നാണെങ്കിലും മീനിന്റെ, അതായത് ഇപ്പൊ പ്രോൺസ് ആയിരുന്നു നേരത്തെ ഇട്ടുന്നത്, ഇപ്പൊ കരിമീനാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു മണത്തിനൊരു വ്യത്യാസം ഉണ്ടല്ലേ? ഈ കരിമീൻ പിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഊറ്റാൻ വെച്ചിട്ടാണോ? അല്ല, വീശി പിടിക്കും. പിന്നെ ചൂണ്ടയിട്ട് പിടിക്കും. ഞാൻ പിന്നെ വല വെക്കും. വല വലിയ. ഇനി ചേട്ടാ അറിയാത്തൊരു സത്യം പറയട്ടെ, ഇത് ആരാ പിടിച്ചെന്നറിയോ? അറിയോ ചേട്ടന്? ചേട്ടാ ഇത് ആരാ പിടിച്ചതറിയോ? ഞാൻ വേണേ ആളെ കാണിച്ചു തരാം. ചേട്ടാ ഓക്കെ അവിടെ ഞാന് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഹൗസ് ബോട്ടിന്റെ ഫ്രണ്ട് ഇരുന്ന് ചൂണ്ട ആ ബിജുവിനോട് എറിഞ്ഞ് മേടിച്ച് കുറച്ച് വിരയൊക്കെ അതിനകത്ത് കുത്തി കയറ്റി ഈ വേമ്പനാട്ട് കായലിലേക്ക് വീശി എറിഞ്ഞ് എന്റെ ആ കഴിവും അധ്വാനവും കൊണ്ട് ഒരു കരിമീൻ പിടിച്ചിട്ട് അതിനൊരു വിലയില്ല. അംഗീകരിച്ചോ? എനിക്കത് മതി. ഏട്ടാ ഇപ്പൊ നമ്മൾ ഈ ടൈഗർ പ്രോൺ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് വാങ്ങാൻ എന്ത് വിലയാണ് സാധാരണ? മീൻസ് ഇപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം സാർ. 1 കിലോ ഇവിടെ ടൂറിസ്റ്റ് മേഖലയായിട്ട് 1 കിലോയ്ക്ക് 1000 രൂപയാണ്. 1 കിലോയ്ക്ക് 1000 രൂപ. 1000 രൂപ എത്ര എണ്ണം ഇതുപോലെ എത്ര എണ്ണം ഉണ്ടാവും? ഇതുപോലുള്ളതാണ് 3-4 എണ്ണം കാണും അല്ലേ? 5 എണ്ണം വരെ. 5 എണ്ണം കാണും. ഒരു റെസ്റ്റോറന്റിൽ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുമ്പോഴല്ലേ ഇവിടെ വരുമ്പോൾ ഹൗസ് ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള മത്സ്യം, ഈ പ്രോൺസ് ആയാലും അല്ലെങ്കിൽ കരിമീനായാലും നമ്മൾ വാങ്ങിക്കൊടുത്താൽ അവർ നല്ല രീതിയിൽ അത് പാചകം ചെയ്ത് നമുക്ക് തരും. അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അതാണ് പറഞ്ഞത്. ആയി കഴിഞ്ഞു. അതിഥി ദേവോ ഭവ എന്ന് പറയുന്നത് ഇവിടെയാണ് കൂടുതൽ അന്വർത്ഥമാകുന്നത്. കാരണം അതിഥികളെ വളരെയധികം നല്ല രീതിയിൽ സൽക്കരിക്കാൻ അവർ തയ്യാറാണ്. ഞാൻ ദാ വീണ്ടും വാങ്ങി വെച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റുകൾ. ടൈഗർ പ്രോണും കരിമീൻ വറുത്തത്. ഈ ഒരുപാട് നേരം ചില സമയത്ത് നമുക്ക് ഒരു കാത്തിരിക്കാൻ സമയം ഉണ്ടാവും. കരിമീൻ നമുക്ക് തൽക്കാലം മാറ്റി, കാരണം ഈ പറഞ്ഞ പോലെ കരിമീൻ ഊണിനോട് കഴിക്കുന്നത് നല്ലത്. പക്ഷെ പ്രോൺ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി ജീവിതത്തില് ഒരു സന്തോഷവും രസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് കുട്ടനാട്ടി വരണം. കൊള്ളാം, അടിപൊളി. ചേട്ടാ സമ്മതിച്ചു.
ബീൻസ്, ക്യാബേജ്, ചിക്കൻ കറി, സാമ്പാർ, കക്കയിറച്ചി, കരിമീൻ പൊള്ളിച്ചത്. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്ത് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ ഈ സംഭവം ഇരുന്നുണ്ണരുന്നാണ് പറഞ്ഞത്. കാരണം ഒരുപാട് നേരം ആഹാര സാധനങ്ങൾ ഇങ്ങനെ വെച്ച് പാഴാക്കാൻ പാടില്ല. നമ്മൾ എത്രയും വേഗം ഇതിൻ്റെ ടേസ്റ്റ് ചെയ്ത് എന്താണെന്ന് അറിയണം നമ്മൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ മറ്റുള്ളവരിങ്ങനെ നോക്കിക്കൊണ്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബ്രേക്ക്.